ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ 2021 അപേക്ഷിച്ച് 2026 വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവ്. പോളിംഗ് ശതമാനം കൂടി. വോട്ടർ പട്ടിക ശുദ്ധീകരണം വോട്ടർമാർ കുറയാൻ കാരണം. കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് സുഗമമാക്കാൻ യത്നിച്ചവർക്ക് നന്ദി പറഞ്ഞ് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. സ്ട്രോങ് റൂം പരിസരത്ത് സുരക്ഷാസേന തോക്ക് ചൂണ്ടിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്നും ജില്ലാ കളക്ടർ. ദീപിക പത്രത്തിനും മെത്രാന്മാർക്കുമെതിരെ വീണ്ടും ആഞ്ഞടിച്ച് PC ജോർജ്. ഫാരിസ് അബൂബക്കറിന്റെ പത്രത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്ന് PC. പൂഞ്ഞാറിലും പാലായിലും LDA വിജയിക്കും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം പൂവരണയിൽ പോസ്റ്റിലിടിച്ച് അപകടം. 4 തീർത്ഥാടകർക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതായി സംശയം. വാർത്തകൾ വിശദമായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ 2021 അപേക്ഷിച്ച് കുറവുണ്ടായി. വോട്ടർ പട്ടിക ശുദ്ധീകരണം നടന്നതോടെ മരിച്ചവരും ഇരട്ട വോട്ടുകാരും എല്ലാം ഒഴിവായി. യഥാർത്ഥ വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്തത്. ഏപ്രിൽ 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവാണുണ്ടായത്. SIR നടപ്പാക്കിയത് പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടാക്കി. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതോടെ മരിച്ചവരും ഇരട്ട വോട്ടുകാരും വിദേശ പൗരത്വമുള്ളവരുമെല്ലാം ഒഴിവായി. നാട്ടിലുള്ള യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തിയതോടെ വോട്ടിംഗ് ശതമാനവും ഉയർന്നു. കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ പൂഞ്ഞാർ മണ്ഡലത്തിലൊഴികെ ബാക്കി 8 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ 1,85,008 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 1,38,431 പേരാണ് അന്ന് വോട്ട് ചെയ്തത്. 74.82% പോളിംഗ് ശതമാനം. എന്നാൽ ഇക്കുറി SIR നടപ്പാക്കിയതിനു ശേഷം 1,75,585 വോട്ടർമാരായി കുറഞ്ഞു. 1,32,561 പേരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. എന്നാൽ പോളിംഗ് ശതമാനം 75.07 കൂടി. കടുത്തുരുത്തിയിൽ 2021 1,87,910 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 1,75,905 കുറഞ്ഞു. ഇവിടെ 1,21,806 പേരാണ് വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനം 69.25 ഏറ്റുമാനൂരിൽ 2021 1,68,266 പേരാണ് വോട്ടർമാരായി ഉണ്ടായിരുന്നത്. 74.98% എന്നാൽ 2026 വോട്ടർമാർ 1,58,256 കുറഞ്ഞു. 10,000-ഓളം വോട്ടർമാരാണ് ഇവിടെ കുറവുണ്ടായത്. എന്നാൽ പോളിംഗ് ശതമാനം 76.09 കോട്ടയം മണ്ഡലത്തിൽ 2021 1,65,404 വോട്ടർമാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് SIR-ന് ശേഷം 1,49,573 കുറഞ്ഞു. പോളിംഗ് ശതമാനം 73.60 നിന്നും 74.71 പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ 6,000-ഓളം പേരുടെ കുറവുണ്ടായി. 2021 1,76,103 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. SIR-ന് ശേഷം 2026 അത് 1,70,254 എന്നാൽ പോളിംഗ് ശതമാനത്തിലും ഇവിടെ കുറവാണ് കാണിച്ചത്. 74.84% നിന്ന് 73.74% കുറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലും 9,000-ലധികം വോട്ടർമാർ കുറഞ്ഞു. 2021 1,86,904 വോട്ടർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 1,77,500 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടിംഗ് ശതമാനം 73.68 നിന്നും 74.91% ഉയരുകയും ചെയ്തു. പൂഞ്ഞാർ മണ്ഡലത്തിൽ 1,89,258 വോട്ടർമാരായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 2026 5,000-ഓളം വോട്ടർമാർ കുറഞ്ഞ് 1,84,665 പേരായി. 1,42,175 പേരാണ് ഇത്തവണ ഇവിടെ വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനമാകട്ടെ 2021 73.92% നിന്നും 76.99% ഉയരുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് സുഗമമായി പൂർത്തീകരിച്ചതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. അതേസമയം സ്ട്രോങ് റൂം പരിസരത്ത് സുരക്ഷാസേന തോക്ക് ചൂണ്ടിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു.
കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായി പൂർത്തീകരിച്ചതിൽ എല്ലാവർക്കും നന്ദി അറിയിച്ച ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. തെരഞ്ഞെടുപ്പിന്റെ വിജയകരമായ നടത്തിപ്പിൽ നേരിട്ടും അല്ലാതെയും പ്രവർത്തിച്ച എല്ലാവർക്കും ജനാധിപത്യ മഹോത്സവത്തിൽ പങ്കാളികളായ ഓരോ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ആദ്യഘട്ട തയ്യാറെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിലും വിവിധ തലങ്ങളിൽ നിരവധി ഉദ്യോഗസ്ഥർ അർപ്പണബോധത്തോടെ രാപകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥാനാർത്ഥികളും വോട്ടർ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളായവരും വോളണ്ടിയർമാരും മാധ്യമപ്രവർത്തകരുമെല്ലാം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചതായും ജില്ലാ കളക്ടർ വിലയിരുത്തി. അതേസമയം വൈക്കം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ബെസേലിയസ് കോളേജിലെ സ്ട്രോങ് റൂം പരിസരത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ CAPF സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കു ചൂണ്ടിയെന്ന മാധ്യമ വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. സ്ട്രോങ് റൂമിന്റെ താക്കോലുകൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പൊതുനിരീക്ഷകർക്കൊപ്പമാണ് താൻ സ്ഥലത്തെത്തിയതെന്നും കളക്ടർ പറഞ്ഞു. മാധ്യമങ്ങളും പൊതുജനങ്ങളും അടിസ്ഥാനമില്ലാത്ത വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച കാർ പൂവരണിക്ക് സമീപം അപകടത്തിൽപ്പെട്ടു. 4 തീർത്ഥാടകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടകർ സഞ്ചരിച്ച കാർ പാല പൊൻകുന്നം റോഡിൽ പൂവരണി വിളക്കുമരുന്നെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടമുണ്ടായി. കാർ യാത്രക്കാരായ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പണിരാജ്, അഭിനവ് ഭരദ്വാജ്, ശാന്തകുമാർ, കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30യോടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്ന് പോലീസ് പറയുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂസ് ബ്യൂറോ, പാല. ദീപിക പത്രത്തെയും മെത്രാന്മാരെയും വീണ്ടും കടന്നാക്രമിച്ച് PC ജോർജ്. ഫാരിസ് അബൂബക്കറിന്റെ പത്രത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്ന് PC ജോർജ് പറഞ്ഞു. പാലായിലെ ബിഷപ്പുമാരുമായി വലിയ ആത്മബന്ധമാണുള്ളത്. 2-3 ബിഷപ്പുമാർ മാത്രമാണ് പ്രശ്നക്കാർ. തന്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും പൂഞ്ഞാറിലും പാലായിലും പരാജയഭീതിയില്ലെന്നും PC ജോർജ് പറഞ്ഞു. 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിനെ സന്ദർശിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. എനിക്ക് പോണേ ദീപിക എന്നെ ആരും ഫാരിസ് അബൂബക്കറിന്റെ പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയുടെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷേ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും തീർച്ചയായും. നിങ്ങളെല്ലാം വന്ന് 4-ാം തീയതി പിന്നെ, പക്ഷെ വേറെ കുഴപ്പമില്ല. 4-ാം തീയതി ആകുമ്പോഴത്തേനും സ്വീകരണവും ബഹളമൊക്കെ പോടി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 5-ാം തീയതി ആക്കിയ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കും. നിങ്ങൾ കാര്യം ചെയ്യും, 5-ാം തീയതി എല്ലാവരും വന്നേരം പോരെ. ലഡു ഇവൻ എന്തൊരു പോടാ ലഡു ആണ്. 1-ാം തരം കേക്ക് പിന്നെ സമോസ ആകെ കൈകാര്യം ചെയ്യാൻ ഞാൻ ധൈര്യമായിട്ടുണ്ട്. പാലായുടെ വലിയ ഇടയന്മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന് 100ാം പിറന്നാൾ ആഘോഷം കർദിനാൾ ഡോക്ടർ ഓഷ്വാൾഡ് ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ആഴമായ ആത്മീയതയുടെ പ്രഭവസ്രോതസ്സാണ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന് 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. കർദിനാൾ ഡോക്ടർ ഓഷ്വാൾഡ് ഗ്രേഷ്യസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാർ പള്ളിക്കാപ്പറമ്പിൽ ശരിയായ പാത കാണിച്ചു നൽകിയ ആത്മീയ നേതാവാണെന്ന് കർദിനാൾ ഓഷ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞു. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് തോമസ് വനാമ്പറമ്പിൽ, മാർ ഔഗിൻ കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ കേക്ക് മുറിച്ചു. ദൈവം നൽകിയ അവർണ്ണനീയമായ ദാനമാണ് തന്റെ ജീവിതമെന്നും ദൈവത്തിന്റെ കാരണത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നതായി മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. വിവിധ രൂപതകളിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പുമാരും വൈദികരും മദർ സുപ്പീരിയർമാരും സിസ്റ്റേഴ്സും അൽമായ പ്രതിനിധികളും ജനപ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി അരമന ചാപ്പലിൽ സായന പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കഴിഞ്ഞ 9 വർഷമായി ദളിത് സമൂഹത്തിന് ലഭിക്കേണ്ട യാതൊരു പരിഗണനയും LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ലെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി UDFന് അനുകൂലമായ നിലപാടെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കറുടെ 135ാമത് ജന്മദിനാഘോഷവും അംബേദ്കർ പുരസ്കാര സമർപ്പണവും ഈ മാസം 13, 14 തീയതികളിൽ കോട്ടയത്ത് നടക്കും. ആനക്കൊമ്പ്, പുലിനഖം എന്നിവ കഴുത്തിൽ തൂക്കിയതിന്റെ പേരിൽ ദളിതനായ വേടനെ അറസ്റ്റ് ചെയ്ത നടപടി ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേടനെ ഒതുക്കുന്നതിനായി LDF സർക്കാർ കണ്ടുപിടിച്ച മാർഗത്തിനെതിരെ വേടനും CSDSും
വളരെ ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് LDF സർക്കാർ ആ ശ്രമത്തിൽ നിന്നും പിന്നോട്ടു പോയത്. കഴിഞ്ഞ 9.5 വർഷമായി ദളിത് സമൂഹത്തിന് നൽകേണ്ട പരിഗണനകളൊന്നും LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിനാലാണ് ഇക്കുറി UDFനെ അനുകൂലിക്കുന്നതിലേക്ക് തങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചതെന്നും KK സുരേഷ് പറഞ്ഞു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാമത് ജന്മദിനാഘോഷം ഈ മാസം 13-14 തീയതികളിൽ നടത്തുന്നത് സംബന്ധിച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇലക്ഷന് ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നൊരു അധികാരമാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഞങ്ങളും പങ്കാളിയായിട്ടുണ്ട്. ദളിത് സമൂഹത്തിന് വേണ്ട പരിഗണന ഗവൺമെന്റിൽ നിന്നും 9.5 വർഷമായി ലഭിച്ചിട്ടില്ല എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാറുള്ളത്. അതുകൊണ്ടാണ് അത്ര ഒരു മാറി ചിന്തിക്കേണ്ട സാഹചര്യം. ചടങ്ങിൽ അംബേദ്കർ പുരസ്കാര സമർപ്പണവും ഉണ്ടായിരിക്കും. 13 രാവിലെ 9 വാഴൂർ അംബേദ്കർ ഭവനിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടികൾ ആരംഭിക്കുക. രാവിലെ 10 ഭരണഘടനയും ഡോക്ടർ BR അംബേദ്കറും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ഉദ്ഘാടനം ചെയ്യും. 14 വൈകിട്ട് 3 കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 6 തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന ജന്മദിന സമ്മേളനം ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഡോക്ടർ BR അംബേദ്കർ പുരസ്കാരം റാപ്പർ വേടന് സമർപ്പിക്കും. അംബേദ്കർ പുരസ്കാരമാണ് പാർശ്വവൽകൃത സമൂഹത്തെക്കുറിച്ച് തൻ്റെ ഗാനത്തിലൂടെ ഗാനരചനയിലൂടെ കേരളത്തിൽ അലയടിച്ച അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് അത്തരമൊരു പുരസ്കാരത്തിന് അദ്ദേഹത്തെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സമ്മേളനത്തിൽ CSDS സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ജനറൽ കൺവീനർ പ്രവീൺ V ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിഷുക്കണി ഒരുക്കാൻ കണിക്കൊന്ന പൂവ് ഇല്ലെന്ന് വിഷമിക്കേണ്ട. തണ്ട് നിറയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണി കീഴടക്കുന്നു. ഇലയും തണ്ടും പൂവും അടങ്ങിയ കുലയ്ക്ക് 30 മുതൽ 40 രൂപ വരെയാണ് വില. കണ്ണിന് കുളിർമയായി വിഷുവിന്റെ വരവറിയിച്ചാണ് കണിക്കൊന്നകൾ നാടാകെ പീതവർണ്ണം ചാർത്തി വിരിഞ്ഞത്. വിഷുക്കാലത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തിരുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴയിൽ പൂക്കൾ കൊഴിഞ്ഞു തീരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ ആശങ്കകൾക്കിടയില്ലാതെ വിഷുക്കണിയൊരുക്കാൻ തണ്ടു നിറയെ പൂക്കളും ഇലകളുമായി പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വിപണിയിൽ തയ്യാറായി കഴിഞ്ഞു. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത ഈ പൂക്കൾ നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ സാധിക്കും. ഇലയും തണ്ടും അടങ്ങുന്ന പൂങ്കുലയ്ക്ക് 30 മുതൽ 40 രൂപ വരെ വില. പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വാങ്ങാൻ ദിവസവും നിരവധി പേരാണ് കടകളിലെത്തുന്നത്. നമുക്കിപ്പം പൂവെല്ലാം പെട്ടെന്ന് പോയി കൊന്നപ്പൂ, നാച്ചുറൽ കൊന്നപ്പൂ കിട്ടാനില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൊന്നപ്പൂ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാം, അടുത്ത 1-2 വർഷത്തേക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പൂക്കുന്ന കാരണം ഇപ്പോൾ കണിക്കൊന്ന നമ്മൾ വിഷു ആകുമ്പോഴത്തേക്കും പൂക്കളുടെ ലഭ്യതയും ഭയങ്കര കുറവാണ്. അപ്പോൾ ആ സമയത്ത് ഇത് പ്ലാസ്റ്റിക് ഈ പൂക്കൾ നമുക്കൊരു നല്ലൊരു റീപ്ലേസ്മെന്റ് ആണ്. പൂക്കൾ കൊഴിഞ്ഞു പോവില്ലാത്തതിനാൽ പിന്നീട് വീടിന് അലങ്കാരമായി സൂക്ഷിക്കാനും കഴിയും. അതിനാൽ തന്നെ സീസണിൽ മാത്രമല്ല കച്ചവടം നടക്കുന്നതെന്ന് കോട്ടയത്തെ വ്യാപാരിയായ ബിന്ദു ശശികുമാർ പറയുന്നു. പ്ലാസ്റ്റിക്കിന്റെ വന്നപ്പോൾ നല്ല ഡിമാൻഡാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുണ്ട് ചോദിച്ച്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള പൂ കിട്ടും. ചില സമയത്ത് ഇപ്രാവശ്യം നേരത്തെ പൂത്തെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മഴയും കൂടെ ഇടയ്ക്ക് വരുന്നതാണ് കൊഴിഞ്ഞു പോയി. കഴിഞ്ഞ വർഷമാണെങ്കിലും ലാസ്റ്റ് സമയം പൂ കിട്ടാതെ വന്നപ്പോൾ പ്ലാസ്റ്റിക് പൂ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് നേരത്തെ ഇപ്രാവശ്യം ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഇത്തവണ ചൂട് കൂടിയതിനാൽ നാളുകൾക്ക് മുൻപ് തന്നെ കണിക്കൊന്നകൾ ധാരാളമായി നാട്ടിലെങ്ങും പൂവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്നർ വീൽ ക്ലബ്ബ് കോട്ടയം നോർത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലൈഫ് സ്റ്റൈൽ പ്രദർശനം ശ്രദ്ധേയമായി. കോട്ടയം KPS മേനോൻ ഹാളിലാണ് പ്രദർശനം. ഇന്നർ വീൽ ക്ലബ്ബ് കോട്ടയം നോർത്ത് ഒരുക്കിയ ലൈഫ് സ്റ്റൈൽ പ്രദർശനം ശ്രദ്ധ നേടുന്നു. സമന്വയ എന്ന പേരിലുള്ള പ്രദർശനത്തിൽ വനിതകൾ വീട്ടിലിരുന്ന് തയ്യാറാക്കിയ ഹാൻഡ്മെയ്ഡ് ഉൽപ്പന്നങ്ങളാണുള്ളത്. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവ കൂടാതെ വിവിധതരം ചെടികളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50-ലധികം സ്റ്റാളുകളാണുള്ളത്. കോട്ടയം ഇന്നർ വീൽ ക്ലബ്ബ് നടപ്പാക്കുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് സംഘാടകർ പറയുന്നു. വിമൻ ആന്ത്രപ്രണേഴ്സിൻ്റെ സ്റ്റോൾസ്. വിമൻ ആന്ത്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലിരുന്ന് അവരുടെ കൈത്തൊഴിലുകൾ ചെയ്യുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ച് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു എക്സിബിഷൻ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുകയാണ്.
അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന തുക ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാം. കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും കാലം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഫണ്ട് എടുത്ത് ഞങ്ങൾ മെമ്പേഴ്സ് തന്നെ ഫണ്ട് എടുത്ത് ആണ് ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം വീട് വെക്കാനായിട്ടുള്ളവരെ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് സഹായിക്കും. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിസിൻസ് മേടിച്ച് കൊടുക്കുക, പിന്നെ പെൺകുട്ടികളുടെ വിവാഹത്തിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള പിന്നെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ചെറിയ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടത്. വനിതകൾ സ്വയം തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് നിരവധി പേരും എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടനാട് ഇടമന വേദിക് സെന്ററിൽ നടന്ന നവചണ്ഡിക ഹോമം ഭക്തി നിർഭരമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അഡിഗയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 5 പുരോഹിതർ ചേർന്നാണ് നവചണ്ഡിക ഹോമം നടത്തിയത്. ഗണപതി പൂജ, ദീപാരാധന, ചണ്ഡികാ പാരായണം, കുമാരി പൂജ, ശിവാസിനി പൂജ തുടങ്ങിയവ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ 2021 അപേക്ഷിച്ച് 2026 വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവ്. പോളിംഗ് ശതമാനം കൂടി. വോട്ടർ പട്ടിക ശുദ്ധീകരണം വോട്ടർമാർ കുറയാൻ കാരണം. കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് സുഗമമാക്കാൻ യത്നിച്ചവർക്ക് നന്ദി പറഞ്ഞ് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. സ്ട്രോങ് റൂം പരിസരത്ത് സുരക്ഷാസേന തോക്ക് ചൂണ്ടിയെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്നും ജില്ലാ കളക്ടർ. ദീപിക പത്രത്തിനും മെത്രാൻമാർക്കുമെതിരെ വീണ്ടും ആഞ്ഞടിച്ച് PC ജോർജ്. ഫാരിസ് അബൂബക്കറിന്റെ പത്രത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്ന് PC. പൂഞ്ഞാറിലും പാലായിലും NDA വിജയിക്കും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം പൂവരണിയിൽ പോസ്റ്റിലിടിച്ച് അപകടം. 4 തീർത്ഥാടകർക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതായി സംശയം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.